ഇന്ന് നമ്മൾ നോക്കുന്ന ഫോൺ Infinix Note 35G. സോ ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 6.78 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. 396 ppi ആണ് പിക്സൽ ഡെൻസിറ്റി വരുന്നത്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിങ്ങും വരുന്നുണ്ട്. 580 ആണ് പീക്ക് ബ്രൈറ്റ്നസ്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. ഡിസൈൻ വൈസും ഡിസ്പ്ലേ വൈസും കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത്ര വലിയ സംഭവമായിട്ട് പറയാനുള്ളത് വലിയ ഡിസ്പ്ലേ ഒന്നുമില്ല. സോ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഡിസ്പ്ലേ ഈസ് ഓക്കെ. MediaTekൻ്റെ Dimensity 6080 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റാണ് വരുന്നത്. 6nm ചിപ്സെറ്റാണ്. LPDDR4X റാമാണ് വരുന്നത്. UFS 2.2 ആണ് ഇപ്പോഴും. അത് കുറഞ്ഞു പോയി. പിന്നെ 3 ലക്ഷത്തിൻ്റെ മുകളിൽ മാത്രമേ ആൻഡ്രോയിഡ് സ്കോർ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഗെയിമിംഗ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കാം. തിരക്കേടില്ലാത്ത ഗെയിം പെർഫോമൻസ് നിങ്ങൾക്ക് ഭയങ്കര അൾട്ര കളിക്കാനൊന്നും നടക്കത്തില്ല. 108 മെഗാ പിക്സലിൻ്റെ 10x ഡിജിറ്റൽ സൂം വരുന്നൊരു ഫോണാണ്. 2 മെഗാ പിക്സലിൻ്റെ ഡെപ്തും ആണ് കിട്ടുന്നത്. ആകെ 2 ക്യാമറകൾ, ഡുവൽ ക്യാമറകളും എന്നാൽ ട്രിപ്പിൾ ക്യാമറയുടെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. 2K 30 FPS വീഡിയോ റെക്കോർഡിങ് നിങ്ങൾക്ക് ഫ്രണ്ടിലും ബാക്കിലും കിട്ടുന്നുണ്ട്. അതൊരു നല്ല പോയിൻ്റാണ്. അപ്പോൾ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഡുവൽ ഫ്ലാഷ് ലൈറ്റൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ 5000 mAh ബാറ്ററി ഉണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അത് പെട്ടി തന്നെ ആ ചാർജറും കൊടുത്തിട്ടുണ്ട്. സോ അതും കിട്ടില്ലാണ്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. JBLൻ്റെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. IP57-53 റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് 2 വേരിയൻ്റാണുള്ള 4GB 128GB 14,999 രൂപ, 8GB 128GB 15,999 രൂപ. സോ നിങ്ങളെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ഗെയിമും കളിക്കണം, നല്ലൊരു ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സിൻ്റെ ഈ ഫോൺ എടുക്കാം. വളർന്നുകൊണ്ട് നന്നായി വരുന്നൊരു കമ്പനിയാണ്. സോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. സോ നിങ്ങൾ റിസ്കിൽ മാത്രം ഫോൺ എടുക്കുക. ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.